ബെറ്റർ ബ്രീഡിംഗ് സീരീസിന് പാരലായിട്ട് നമ്മൾ തുടങ്ങുന്ന ബ്രീഡിംഗ് സീരീസാണ് ഈ വിഡോ ടെട്രയുടേത്. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ ബെറ്റയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ബ്രീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഗ്രോ ഔട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗ്രൂം ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്രീഡിങ്ങിന് ഇറക്കുന്നതിന് ഒരു 2 ആഴ്ച മുന്നേ തന്നെ മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ഇട്ട് നല്ല ഫീഡ് കൊടുക്കുക. മാക്സിമം ലൈഫ് ഫീഡ് തന്നെ കൊടുക്കാൻ നോക്കുക, ഹൈ പ്രോട്ടീനുള്ള. അപ്പോൾ ഞാൻ ബ്ലഡ് വേമും ഗ്രിനൽ വേമൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ആ ബ്രീഡിങ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇൻഫ്യൂസറിയൂടെ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ കഥ ഞാൻ ഇനി ഇത് തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഇൻഫ്യൂസറി സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പപ്പായ ലീഫ് പോലെ ഇൻഫ്യൂസറി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേറെ ബെസ്റ്റ് സാധനം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ബ്രീഡിങ്ങിന് ഇറക്കുന്നതിന് 2-3 ദിവസം മുന്നേ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് വീഡിയോ ബ്രീഡിങ് ഇറക്കുമ്പോൾ നമ്മൾ എപ്പോഴും അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി അക്വേറിയത്തിൽ സെറ്റ് ചെയ്തപ്പോൾ അവർക്കധികം വെളിച്ചം അടിക്കാതിരിക്കാൻ വേണ്ടി കാർഡ്ബോർഡ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് വെച്ചത്. അതുപോലെ നമ്മൾ മാക്സിമം സർഫസ് ഏരിയ കുറഞ്ഞ പാത്രങ്ങളിലേക്ക് ബ്രീഡിങ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും അവർക്ക് എഗ്ഗ് പെട്ടെന്ന് ഫെർട്ടിലൈസ് ആവാൻ ഹെൽപ്പ് ആവുന്നത്. അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ നമുക്ക് പാരൻസിനെ മാറ്റുമ്പോഴത്തേനും ഏതെങ്കിലും മോസ്കിറ്റോ പോലെയുള്ള ലാർവാസ് ഇതിൽ വന്നിട്ട് ആ എഗ്ഗ് അത്രയും പോവും. ഇതുപോലെ എയർ സ്റ്റോൺ കൊടുത്തേക്കുക. കാരണം എയർ സ്റ്റോൺ കൊടുക്കുന്നതിനുള്ള ബെനിഫിറ്റ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് എഗ്ഗ് സ്പ്രെഡായി പോവും എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫെർട്ടിലൈസേഷന് എല്ലാ എഗ്ഗിൻ്റെ അടുത്തേക്കും സ്പേം എത്താൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പാണ് ശരിക്കും അത് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ഭയങ്കര ഒരു ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ പല മെത്തേഡ്സും നോക്കിയായിരുന്നു. പോയിൻറ്റഡ് ഫിന്ന്, അതിൻ്റെ ഫിന്നിൻ്റെ ബോഡിയുടെ ഷേപ്പ് അങ്ങനെയൊക്കെ നോക്കിയെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ അബ്ഡോമൻ നോക്കി പോകുന്നതാണ്. എഗ്ഗിലോടായിട്ടുള്ള ഫീമെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വയറ് നല്ല വീർത്തിട്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ബ്രീഡിങ്ങിന് ഇറക്കാൻ പോകുന്ന ഫീമെയിൽസാണ്. അപ്പോൾ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് യെല്ലോയുടെയും റെഡിൻ്റെ വയറ് നല്ലോണം ബൾജ് ചെയ്തിരിപ്പുണ്ട്. അത് എഗ്ഗ് കാരണമാണ് ബൾജിങ് വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതുപോലെ നമ്മളിപ്പോൾ മെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ബോഡി ഭയങ്കര ലീനായിരിക്കും. അപ്പോൾ വയറിൻ്റെ ഇവിടുത്തെ ബൾജിങ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ എയർ സ്റ്റോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. എയർ സ്റ്റോൺ അവരുടെ ആ ഒരു മെൽറ്റ് എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പിംഗ് ആവുന്നത് എയർ സ്റ്റോണാണ്. അപ്പോൾ എയർ സ്റ്റോണിൻ്റെ തന്നെ വേറൊരു ഗുണം കൂടെ ഉണ്ട്. വെള്ളം ഓളം തട്ടുന്നതുകൊണ്ട് തന്നെ ഇതിൽ കൊതുക്, തുമ്പിയോ പോലുള്ള അതിൻ്റെ ലാർവയൊന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഇറക്കാൻ പോകുന്ന മെയിൽസ്. അപ്പോൾ നമുക്ക് 5 കളറാണ് ഉള്ളത്. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പർപ്പിള്, ബ്ലൂ, പിന്നെ ഗ്രീനും ഉണ്ട്. അപ്പോൾ ഇവരെ ഞാൻ പിടിച്ചിട്ട് നോക്കുമ്പോഴത്തേന് ഇനി ഇതിലെങ്ങാനും ഫീമെയിൽ പെട്ടിട്ടുണ്ടോ നോക്കുമ്പോൾ ഇല്ല, എല്ലാം മെയിൽ തന്നെയാണ്. അപ്പോൾ മെയിൽ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞല്ലോ, അവരുടെ അബ്ഡമൻ എപ്പോഴും മെലിഞ്ഞിട്ടായിരിക്കും, പിന്നെ ലീൻ ബോഡി ആയിരിക്കും ഫീമെയിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇവർ രണ്ടുപേരെയും മാറ്റിയിട്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഫീഡ് കൊടുക്കുക. പിന്നെ ഇതിലെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വിഡോ ടെട്ര ഈ ആഴ്ച ബ്രീഡിങ്ങിന് ഇറക്കുകയാണെങ്കിൽ വീണ്ടും 2 ആഴ്ച കഴിയുമ്പോൾ നമുക്കൊരു ബ്രീഡിങ്ങിന് ഇറക്കാം. അപ്പോൾ മെയിലിനെയും ഫീമെയിലിനെയും കൂടെ ഒരുമിച്ച് തന്നെ ഇറക്കാം. പിന്നെ അവർക്കൊരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഏതെങ്കിലും വാട്ടർ പ്ലാന്റ് കൂടെ ഒന്ന് ഇട്ടിരുന്നാൽ മതി. പിന്നെ ഡിം ലൈറ്റിൽ തന്നെ ഇറക്കി വിടാൻ ശ്രമിക്കുക. ഈവനിങ് ടൈമാണ് ബെസ്റ്റ്. ഒരു 5-6 മണിയോട് കൂടി ബ്രീഡിങ്ങിന് ഇറക്കി വിടുക. രാവിലെ ആകുമ്പോൾ അവർ എഗ് ചെയ്യും, അതൊരു വൈകുന്നേരം വരെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എഗ്ഗിങ് സമയത്ത് ഇച്ചിരി ലൈറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷേ അത് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ എന്തെങ്കിലും കൊണ്ട് മൂടി വയ്ക്കുക. അതുകൊണ്ട് പല ഗുണങ്ങളാണല്ലോ ഉള്ളത്. ഒന്ന്, ഈ കൊതുക് പോലുള്ള കാര്യങ്ങൾ വന്നിട്ട് അതിൽ എഗ്ഗ് ചെയ്യത്തില്ല. അതുപോലെ ബ്ലഡ് വേവിൻ്റെ ഒന്നും പ്രശ്നം വരത്തില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ എഗ്സ് ഫോട്ടോ സെൻസിറ്റീവാണ്. ലൈറ്റ് അടിക്കും തോറും എഗ്ഗ് വിരിയാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് ലൈറ്റ് അധികം അടിക്കാത്തടത്തേക്ക് വയ്ക്കുക, ഇല്ലെങ്കിൽ ലൈറ്റ് കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവരെയാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ബ്രീഡിംഗ് സീരീസിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത ബാച്ച്. അപ്പോൾ അവർ രാവിലെ ആയപ്പോഴത്തേനും എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് അടിച്ച് നോക്കിയത്. അപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴത്തേനും നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ലൈറ്റ് അടിച്ചുകൊണ്ട് ഇനി കുഞ്ഞുങ്ങൾ വിരിയുന്നത് കുറയുമെന്നുള്ളത്. നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ എഗ്ഗ് നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഫീമെയിലിനെയും 3 മെയിലിനെയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയത്. അത് യെല്ലോ വേരിയൻറ്റിൽ വരുന്ന വിഡോ ടെട്ര ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പ്രതീക്ഷയിലും നന്നായിട്ട് തന്നെ അവരൊന്ന് എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം വരെ എഗ്ഗിങ് കണ്ടിന്യൂ ചെയ്തു. നമുക്ക് എഗ്ഗ് കാണുമ്പോൾ തന്നെ ഇതിൽ ഏതൊക്കെയാണ് വിരിയുക, ഏതൊക്കെയാണ് വിരിയാത്തതെന്ന് അറിയാൻ പറ്റി. വൈറ്റ് കളറിൽ കാണുന്നതാണ് അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ്. ഈ കളർലെസ് ആയിട്ട് കാണുന്ന ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ്. ഇതെനിക്ക് ഹെവൻ ഓഫ് ബെറ്റേഴ്സിലെ ആൽവിനാണ് പറഞ്ഞു തന്നത്. ഇവരെ പതുക്കെ മെയിലിനെ ഫീമെയിലിനെ എടുത്ത് വീണ്ടും ടാങ്കിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇറക്കി. എന്നിട്ട് നല്ലോണം ലൈഫ് ഫീഡ് കൊടുത്തു. ഞാൻ വെറുതെ മൊബൈൽ വെച്ചിട്ട് അവരെ തിരിച്ചിറക്കി വിട്ടതിന് ശേഷം ടാങ്കിനടിയിലേക്ക് മൊബൈൽ വെച്ചെടുത്ത വീഡിയോ ആണ്. അപ്പം ആർക്കും അങ്ങനെ ബോഡിയിൽ മുറിവുകളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും നല്ലോണം ഫീഡ് എടുക്കുകയും ചെയ്തു. നമുക്ക് കുറച്ചൊക്കെ ഇത്തിരി ഹാർഡായിട്ടുള്ള ഫിഷ് എന്ന് പറയാൻ വേണമെങ്കിൽ ഈ ടെട്രാസിന് അങ്ങനെ പെട്ടെന്ന് വെള്ളം കേടുവന്ന് ഡെഡ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ടെട്രാസിൽ കണ്ടിട്ടില്ല.
അപ്പോൾ ഇത് 2-3 ദിവസം കഴിയും എഗ്ഗ് ഹാച്ച് ആവാനായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ 4-ാമത്തെ ദിവസം ആകുമ്പോഴാണ് എഗ്ഗ് ഫ്രീസിങ് തുടങ്ങുന്നത്. ഹാച്ചിങ് സെക്കൻഡ് ഡേ തന്നെ നടക്കും, പക്ഷേ ഫ്രീസിങ് ആവാൻ എന്തായാലും 4 ദിവസം എടുക്കും. നമ്മുടെ ബെറ്റ ഫ്രൈസിനെ പോലെ തന്നെയാണ് സൈസ്, പക്ഷേ കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ബെറ്റയേക്കാളും വളരെ വളരെ കൂടുതലായിരിക്കും നമുക്കിതിൽ കിട്ടുന്ന കൗണ്ട്. അപ്പോൾ കുഞ്ഞന്മാരാണ്, നിങ്ങൾക്കിത് കണ്ടറിയാം. പല വീഡിയോസിലും പലരും പറയുന്നത് കണ്ടിട്ടുണ്ട് ഇൻഫസൂരിയ ഫസ്റ്റ് ഫീഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ഞാൻ ഇൻഫസൂരിയ സെറ്റ് ചെയ്തൊക്കെ വച്ചായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ ഹരിച്ചേട്ടനോട് സംസാരിച്ചത്. ഹരിച്ചേട്ടൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ബെറ്റയുടെ പല വീഡിയോസിലും നിങ്ങൾ ഹരിച്ചേട്ടൻ്റെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഹരിച്ചേട്ടനാണ് പറഞ്ഞത് ധൈര്യമായിട്ട് ആർട്ടിമി ഫീഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എക്സ്പെരിമെൻ്റ് ആയിട്ട് കൊടുത്തപ്പോൾ വളരെ എനിക്ക് സക്സസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ വെറുതെ ഇൻഫസൂരിയ സെറ്റ് ചെയ്ത് അതുപോലെ അതിന് നമ്മുടെ ടാങ്കിലേക്ക് ഒഴിച്ചിട്ടുള്ള ബാക്ടീരിയൽ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ആർട്ടിമി ഹാച്ച് ചെയ്ത് ഫീഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഫ്രീസിങ് ഡേ അവരങ്ങനെ പെട്ടെന്ന് ഫീഡ് എടുക്കത്തില്ല. ഇവർ ഫ്രീസിങ് ആയോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇവർ ഈ തലകുത്തിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഫ്രീസിങ് ആവുന്നവരെ. അപ്പോൾ ഫ്രീസിങ് ആയതിനു ശേഷമാണ് ഇവരുടെ ഈ മൂവ്മെൻറ്റ് സ്റ്റഡി ആവുന്നത്, ഇവർ വെള്ളത്തിന് മേളിലേക്ക് വരാൻ തുടങ്ങുന്നത്. അതിന് മുന്നേ നമ്മൾ ഈ ലൈറ്റ് ഇടുന്ന സമയത്തൊക്കെ ഇവർ പെട്ടെന്ന് ടാങ്കിനടിയിലേക്ക് പോവുകയും അതിൽ ലൈറ്റ് ഇടുന്ന സമയമാകുമ്പോൾ മേളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇവരൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഇവർക്ക് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ വയറ് കാണുമ്പോൾ എല്ലാവരുടെ വയറിലും ആർട്ടിമി ഉണ്ട്. ഇന്നിപ്പോൾ ഫ്രീസിങ് ആയിട്ടേ ഉള്ളൂ, എങ്കിൽ പോലും എല്ലാവരുടെയും വയറിൽ ആർട്ടിമി ഉണ്ട്. അപ്പോൾ നമുക്ക് ആർട്ടിമിയെ തന്നെ ധൈര്യമായിട്ട് ഫീഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ നമ്മൾ വിഡോ ടെട്രയൊക്കെ ഇനി ബ്രീഡ് ചെയ്യുമ്പോൾ വെറുതെ ഇൻഫസൂരിയൊക്കെ തപ്പി നടക്കേണ്ട കാര്യമില്ല. ആർട്ടിമി ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെല്ലാം ഗ്രോ ഔട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ 2-3 ദിവസം ഇപ്പോൾ ആയിട്ടുണ്ട്. അവരൊക്കെ നല്ലോണം ഫീഡൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല ഫീഡ് ചെയ്യേണ്ടി വരും, കാരണം അത്രത്തോളം കൗണ്ട് ഉണ്ടാവും. പിന്നെ ഒരു 10% കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെയിലും കുറച്ചങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ നമുക്കെങ്കിലും ഒരു 90% എബോവും നമുക്ക് കിട്ടുന്നത് ആ പക്ക പാരൻറ്റ് കളർ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവരുടെ ഇനിയുള്ള നെക്സ്റ്റ് ഫീഡ് ചേഞ്ചൊക്കെ അടുത്തടുത്ത് വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബ്രീഡിംഗ് സീരീസ് നിങ്ങൾക്ക് അല്പമെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വീണ്ടും എന്തൊക്കെ ഫീഡാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം.